ഇത് ശരിക്കും ക്ഷേത്രമല്ലേ? അതെ, പല വിഭാഗത്തിലുള്ള ആളുകൾ അവരുടേതായ ശൈലിയിൽ, വിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ ശൈലിയിൽ അവരുടേതായ ഉപാസനാമൂർത്തികളെ ചിത്രരൂപേണ വരച്ച് ആരാധിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ് ഈ കളമെഴുത്തുപാട്ട് എന്ന് പറയുന്നത്. കൂടുതൽ ഇന്ന് പ്രചാരത്തിലുള്ളത് ഈ കല്ലാറ്റൂർപ്പിൻ്റെ കളമ്പാട്ടാണ്. ക്ഷേത്രങ്ങൾ, മനകൾ, കോവിലകങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഉത്സവങ്ങളോടനുബന്ധിച്ച്, അതായത് താലപ്പൊലി, പൂരം ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടാണ് നടത്തി വരാറ്. തെക്ക് കേരളത്തിലേക്കില്ല. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഉണ്ട്. പക്ഷേ പ്രാദേശിക വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. കളത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ചടങ്ങുകൾക്ക് ഒക്കെ ചില വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ പൊതുവായിട്ടുള്ള തത്വങ്ങളൊക്കെ അവിടെ ആര് നടത്തിയാലും ഒരേപോലെ തന്നെയാണ്. കളമെഴുത്തുപാട്ട് തന്നെയാണോ തെക്കൻ കേരളത്തിൽ? അതെ അതെ അതെ. പിന്നെ ചില ഈ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ചില സ്ഥലത്ത് കളമെഴുത്തും പാട്ട് എന്ന് പറയാറുണ്ട്, ചില സ്ഥലത്ത് കളമ്പാട്ടെന്നേ പറയാറുള്ളൂ, ചില സ്ഥലത്ത് കളമെഴുതിപ്പാട്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ സംഗതിയൊക്കെ ഒന്നും തന്നെയാണ്. ഭാഷാപരമായി ഭദ്രകാളി തന്നെ അതല്ല. അപ്പോൾ ചില സ്ഥലത്ത് അയ്യപ്പന് കളങ്ങും. അപ്പോൾ കീഴാറ്റൂർ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അയ്യപ്പനാണ് കളമ്പാട്ട്. ചില സ്ഥലത്ത് വേട്ടയ്ക്കൊരു മകനുണ്ട്. അത് അവിടുത്തെ പൂർവാചാരപ്രകാരം എങ്ങനെയാണോ നടത്തിയതെന്ന് വെച്ചാൽ ആ ദേവരൂപത്തിന് നടത്തുക, അത്രയും. പാട്ട് എന്ന് പറയുന്നത് വരച്ചതിന് ശേഷം കളം പൂജ എന്നുള്ളൊരു ചടങ്ങാണ്. ആ പൂജ കഴിഞ്ഞിട്ടാണ് ഈ കളം എഴുതിയ ദേവരൂപത്തിനെ സ്തുതിച്ച് പാട്ട് പാടി. എഴുതിയ ആള് തന്നെ. അതെ അതെ അതെ. പൊടികൾ തീർത്തും പ്രകൃതിദത്താണ്. വെള്ള, പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, ഇതാണ് പഞ്ചവർണ്ണങ്ങൾ. അതെ അതെ. വെള്ള സാധാരണ അരിപ്പൊടിയാണ്. അത് വെള്ളി എന്നുള്ളൊരു ലോഹസങ്കല്പമാണ്. മഞ്ഞൾപ്പൊടി സ്വർണം എന്നുള്ള ലോഹസങ്കല്പമാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് തന്നെയാണ്. പച്ചപ്പൊടി പിച്ചള എന്ന ലോഹസങ്കല്പമാണ്, മഞ്ചാട്ടിയുടെ ഉണക്കി പൊടിച്ചത്. കറുപ്പ് ഉമീകരിച്ചത്, അത് ഇരുമ്പ് എന്നുള്ള ലോഹമാണ്. ചുവപ്പ് മഞ്ഞളും ചുണ്ണാമ്പും കൂടിയും കൂട്ടി തിരുമ്പിയത്, അത് ചെമ്പ് എന്നുള്ളൊരു ലോഹസങ്കല്പമാണ്. ഇങ്ങനെയാണ് 5 തരം പൊടികളുടെ നിർമ്മാണ രീതി, അവ സങ്കല്പിക്കുന്ന ലോഹങ്ങൾ.